ദുൽകിഫിൽ അടക്കമുള്ള ആളുകൾ ഇന്നും അപ്പോൾ പേടിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ. പലതും തുറന്നു പറയാൻ അവർക്ക് മടിയുണ്ട്. അരുൺകുമാർ എന്ന് മാത്രമാണോ? മുകേഷ് നിയമപരമായി തെളിയിക്കേണ്ട കാര്യമില്ല, ധാർമ്മികത മാത്രം മതി. CPM-വുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഡസനോളം ആളുകൾ നിയമപരമായി തെളിയിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് ധാർമ്മികത മാത്രം മതി. പക്ഷേ കോൺഗ്രസിലേക്ക് വരുമ്പോൾ അവർക്ക് നിയമപരമായി തന്നെ ആ സ്ത്രീകൾ മുന്നിലേക്ക് ഒന്ന് തെളിയിക്കണം. അല്പം മുമ്പ് ശ്രീ ലാൽകുമാർ പറഞ്ഞതുപോലെ തുറന്നു പറഞ്ഞൊരു സ്ത്രീ, അവർ കോൺഗ്രസിനുള്ള നേതാക്കൾ, ഞാൻ കോട്ട് ചെയ്യാം, ജിൻഡോ ജോൺ എന്ന നേതാവ് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്, എറണാകുളത്ത് നിന്നുള്ള നേതാവാണ്. ഇന്നലെ വരെ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച സ്ത്രീ ഒരു ആരോപണം ഉന്നയിക്കുന്ന നിമിഷം മുതൽ അവർ മറ്റൊരു സരിതിയാകുന്നത് അംഗീകരിക്കാനാകില്ല എന്ന്. അപ്പോൾ ആ വിധമാണ് ഇവർ വേട്ടയാടുന്നത്. എത്രമാത്രം മോശക്കാരിയായാണ് അവരെ ചിത്രീകരിക്കുന്നത്. അവരുടെ മുന്നിലേക്കാണ് ഈ നിലയിൽ അബ്യൂസ് നേരിട്ടൊരു സ്ത്രീയെ കൊണ്ട് എറിഞ്ഞു കൊടുക്കേണ്ടത്, അല്ലേ ശ്രീ അരുൺകുമാർ? തീർച്ചയായും രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം നടന്ന് ആ ജാഥയ്ക്ക് പ്രചരണത്തിൻ്റെ ഭാഗമായി സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ശക്തമായിട്ട് ഇടപെട്ട ഒരു വനിതയാണ്. അതോടൊപ്പം തന്നെ സ്വന്തം ബർത്ത്ഡേ, പിറന്നാളിന് മാതാപിതാക്കൾക്കൊപ്പം തന്നെ അതിലും കൂടുതൽ സ്ഥാനത്തോടെ ശ്രീ VD സതീശനെ വിളിച്ച് കേക്ക് മുറിച്ച് കേക്ക് കൈമാറുന്നതുമെല്ലാം നമ്മൾ കണ്ടതാണ്. ശ്രീ VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കാണണമെന്ന് നിരന്തരം ഫേസ്ബുക്കിലൂടെ ഇടപെടുന്ന ഒരു വനിതയാണ്. അതുമാത്രമല്ല, കോൺഗ്രസിൻ്റെ സമുന്നതരായിട്ടുള്ള പല നേതാക്കന്മാരുമായിട്ട് ആത്മബന്ധം പുലർത്തുകയും ഒരു കോൺഗ്രസ് സഹയാത്രികയായിട്ട് വളരെ ശക്തമായി നവമാധ്യമങ്ങളിലടക്കം ഇടപെടുന്ന ലേഡി ഒരു യാഥാർത്ഥ്യം പറയുകയും അവർക്കുണ്ടായിട്ടുള്ള അനുഭവം പങ്കുവച്ചപ്പോൾ അവരെ എത്ര മോശമായിട്ട് ചിത്രീകരിച്ചു. ശ്രീ VK ശ്രീകണ്ഠൻ അടക്കമുള്ളവർ പരസ്യമായിട്ട് രംഗത്തെത്തി UDFിൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളെല്ലാം വളരെ മോശം ചിത്രങ്ങളടക്കം വെച്ചുകൊണ്ട് അവരെ ആക്രമിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. പിന്നീടും ഇപ്പോൾ വോയിസ് മെസ്സേജ് പുറത്തു വന്ന വനിതകളെ ഇവർ ആക്രമിക്കാൻ തയ്യാറാകാത്തത് അവരുടെ ഐഡന്റിറ്റി കൂടുതൽ വ്യക്തമായി പുറത്തു വരാത്തത് കൊണ്ട് തന്നെയാണ്. ഇപ്പോഴും അവർ ആക്രമിക്കാൻ തയ്യാറായി തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ ഈ നവമാധ്യമങ്ങളിൽ അടക്കം നമ്മൾ പരിശോധിക്കുമ്പോൾ ശ്രീ രാഹുൽ മാങ്കൂട്ടിന് വേണ്ടി ജയ് വിളിക്കുന്ന വലിയ ഒരു വിഭാഗം ആളുകൾ പഴയകാല ചരിത്രവും മറ്റു കാര്യങ്ങളുമെല്ലാം എടുത്ത് ചുമ്മാ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ പ്രചരിപ്പിക്കുന്ന നാം കാണുകയാണ്. ഇപ്പോൾ ഇവിടെ ശ്രീ ലാൽകുമാർ അത് ചൂണ്ടിക്കാണിച്ചു. ഒരു ശശിക്ക് ഒരു ഗർഭം പുതുതായിട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. എത്ര വസ്തുതാവിരുദ്ധമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. പൊതുമണ്ഡലത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പണ്ട് നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ. അപ്പോൾ പല കാര്യങ്ങളും തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടും പച്ചക്കള്ളമാണെന്ന് ബോധ്യപ്പെട്ടിട്ടും ചില ഇടതുപക്ഷ നേതാക്കന്മാരുടെ ഫോട്ടോ വെച്ചുകൊണ്ട് തിരുവനന്തപുരത്തടക്കം വലിയ ഫ്ലക്സ് അടിച്ചു വച്ചിരിക്കുകയാണ്. കാരണം ഇതിനെ ചെറുക്കാൻ എന്ന രൂപത്തിൽ തന്നെ ഇവർ അത്തരത്തിൽ തെറ്റായ പ്രവണതകൾക്ക് മാത്രം നേതൃത്വം കൊടുക്കുന്ന ഒരു പുതിയ സംസ്കാരം ഇപ്പോൾ ഈ കേസുകളിലെല്ലാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന യുവ MLA-യുടെ നേതൃത്വത്തിൽ അടുത്ത കാലത്ത് വളർന്നു വന്നിട്ടുണ്ട്. ആരെക്കെങ്കിലും എതിരെ ഒരു ചെറിയ വിരോധം വന്നാൽ അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മാധ്യമങ്ങളെയും സോഷ്യൽ മീഡിയയും എല്ലാം ഉപയോഗിക്കുക എന്നുള്ളത് ഇവരുടെ ശൈലിയാണ്. ഇവരെ സ്പോൺസർ ചെയ്തുകൊണ്ട് ചില പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകർ തന്നെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇവർ പറയുന്ന ചെറിയ വാക്കുകൾ പോലും വലിയ പർവ്വത പരിവേഷത്തോടെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം താൽക്കാലിക വിജയത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ജനങ്ങൾ ഇതെല്ലാം സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ മുകേഷ് MLA-ക്കെതിരായിട്ടുള്ള ഒരു പ്രസംഗം, ഇതേ രാഹുൽ മാങ്കൂട്ടിൽ നടത്തുന്ന ഒരു പ്രസംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട്. ആ പ്രസംഗത്തിൽ പറഞ്ഞ ഏതെങ്കിലും വാക്കുകളോട് അദ്ദേഹം നീതി പുലർത്തിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് അദ്ദേഹം പ്രസംഗത്തിന്റെ ഭാഗമായി സൂചിപ്പിച്ചത്? ഇപ്പൊ നമ്മുടെ മുന്നിലുണ്ട് പച്ചയായി ജനങ്ങളെ കബളിപ്പിക്കുക, എന്നിട്ട് ഇത്തരത്തിലുള്ള സ്ത്രീവിരുദ്ധ നിലപാടുകൾ തന്നെ സ്വീകരിക്കുക, അവരെ മരണത്തിലേക്ക് തള്ളിവിടാൻ ഉതകുന്ന തരത്തിലുള്ള പ്രേരണ നടത്തുക, വെല്ലുവിളിക്കുക, അപകീർത്തികരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക, തെറ്റായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക. അതുകൊണ്ട് ഇതൊന്നും അന്തിമ വിജയം ഉണ്ടാക്കുന്ന കാര്യമല്ല. ഇതൊക്കെ താൽക്കാലികമായിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി പല നമ്പറുമായിട്ട് ഇറങ്ങി വരും. ഇതൊക്കെ കേരളത്തിലെ ജനത കൃത്യമായി തിരിച്ചറിഞ്ഞ് ചെറുക്കുക തന്നെ ചെയ്യും.